കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2025 ജനുവരി 18 നടന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷ, അതായത് 006/2024 35ഓളം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികളെ വളരെയധികം കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സമയം 1.5 മണിക്കൂറാണ് ആകെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സമയം കിട്ടുന്നത്. 35ഓളം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നാൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തരത്തിലും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഉദ്യോഗാർത്ഥികൾ പരീക്ഷയിൽ പല ക്വസ്റ്റ്യനുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഉണ്ടായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി, സാറേ പരീക്ഷ എഴുതാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ചോദ്യങ്ങൾ വളരെ പ്രയാസകരമായിരുന്നു. 35ഓളം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മളെ വളരെയധികം കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇതിന്റെ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഇടുക, കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ എല്ലാം തന്നെ കുഴപ്പിക്കുന്ന ചോദ്യമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാർക്ക് പൊതുവെ കുറവായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റിൽ ഏകദേശം 500 പേരിൽ താഴെയുള്ള ഒരു ലിസ്റ്റാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നതെങ്കിൽ 57.67 മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് മാർക്ക്, പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നതെങ്കിൽ ഇപ്രാവശ്യം കട്ട് ഓഫ് മാർക്ക് അതിലും കുറയാനാണ് സാധ്യത കൂടുതൽ. കാരണം പല ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ വളരെയധികം പ്രയാസമായിരുന്നു എന്നതിനപ്പുറം ധാരാളം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ പല ചോദ്യങ്ങളും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷവും, കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ആകെ മൊത്തം ഒരു പരീക്ഷാ പേടി ഉണ്ടാവുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയെ വേണ്ട വിധത്തിൽ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ എഴുതാൻ സാധിച്ചില്ല എന്ന് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ലിസ്റ്റ് ഇടുകയാണെങ്കിൽ അത് കട്ട് ഓഫ് മാർക്ക് തീർത്ത് കുറച്ചാൽ മാത്രമേ അത്രയധികം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് ഇടാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷയ്ക്ക് മാർക്ക് തീർത്ത് കുറവായ ഒരു സാഹചര്യമാണ് നിലവിൽ ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, ബയോടെക്നോളജി, അതുപോലെ തന്നെ ഓയിൽ ടെക്നോളജി, അഗ്രികൾച്ചർ സയൻസ്, വെറ്ററിനറി സയൻസ്, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, മെഡിസിൻ ഇവയിൽ ഏതെങ്കിലും ബിരുദം അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ നേടിയ ബിരുദാനന്ദ ബിരുദം അല്ലെങ്കിൽ തത്തുല്യമാണ് ഈ പരീക്ഷ എഴുതാനുള്ള യോഗ്യതയായിട്ട് പറഞ്ഞത്. ഇത്രയേറെ വൈവിധ്യമുള്ള യോഗ്യതയുള്ളവർ ഒരുമിച്ച് എഴുതുന്ന പരീക്ഷയിൽ എല്ലാവർക്കും എഴുതാവുന്ന രീതിയിലായിരിക്കണമെന്നായിരുന്നു ചോദ്യങ്ങൾ വേണ്ടിയിരുന്നത്. എന്നാൽ വളരെ ഉയർന്ന നിലവാരമുള്ള ചോദ്യപേപ്പർ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണെങ്കിൽ പോലും ഒരു പരിധിവരെ വളരെയധികം കുഴപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കുന്നത്. 1.5 മണിക്കൂറിൽ ഇത്രയേറെ ചോദ്യങ്ങൾ വായിച്ചെടുക്കുക എന്ന് തന്നെ വളരെ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മാസങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികളെ ദ്രോഹിക്കുന്ന രീതിയിലായിരുന്നു ചോദ്യപേപ്പർ എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു പരീക്ഷയായിരുന്നു ഇത്. ഇതുവരെ PSC നടത്തിയ പരീക്ഷയെ അപേക്ഷിച്ച് പ്രയാസം കൂടിയ പരീക്ഷ ആയതിനാൽ തന്നെ അവസരം നഷ്ടപ്പെടുത്താതെ ലിസ്റ്റിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തി ഉദ്യോഗാർത്ഥികളോട് PSC വേണ്ട പരിഗണന നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ധാരാളം ഉദ്യോഗാർത്ഥികൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് മാർക്കുകളൊക്കെ തന്നെ നന്നായിട്ട് കുറച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഉദ്യോഗാർത്ഥികളെ അതിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുള്ളൂ. കാരണം എഴുതിയ ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ വളരെയധികം പ്രയാസമായിരുന്നു. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റ് കഴിഞ്ഞ അവസ്ഥയിൽ നിന്നും കുറയ്ക്കാതെ തന്നെ ലിസ്റ്റ് ഇടുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും. അതിനു വേണ്ടിയിട്ടുള്ള നിവേദനങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് സമർപ്പിക്കുന്നുണ്ട്. പല ഉദ്യോഗാർത്ഥികളും എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഞങ്ങളിങ്ങനെ ലിസ്റ്റ് ചുരുക്കരുത്, അതുപോലെ തന്നെ വിപുലീകരിക്കണം, പരമാവധി ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ പരീക്ഷ വളരെ പ്രയാസമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെ നിവേദനങ്ങളൊക്കെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികളെ വിളിച്ചു പറയുകയുണ്ടായി. പല ഉദ്യോഗാർത്ഥികളും വളരെ സങ്കടത്തോടെയാണ് പരീക്ഷ വളരെ പ്രയാസമായിരുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാവുന്ന രീതിയിൽ പരമാവധി ലിസ്റ്റുകൾ ഉൾപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ഉദ്യോഗാർത്ഥിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.